ഹായ് ഓൾ, നമ്മൾ ഇന്ന് ചാപ്റ്റർ 4 എക്സ്പ്ലോറിംഗ് ഓൾജിബ്രൈക് ഐഡന്റിറ്റീസ് ക്ലാസ് 9ന്റെ എൻഡ് ഓഫ് ചാപ്റ്റർ എക്സസൈസ് പേജ് നമ്പർ 89ലെ ക്വസ്റ്റ്യൻസ് 5 ഓൺവേർഡ്സ് ആണ് ചെയ്യാൻ പോകുന്നത്. അതിൽ 5th ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പോസിബിൾ എക്സ്പ്രഷൻ ഫോർ ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് റെക്ടാങ്കിൾസ് whose areas are given by the following expressions in square unit. ഇതിന്റെ ഏരിയ തന്നിട്ടുണ്ട്, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ലെങ്ത്തും ബ്രെഡ്ത്തും ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏരിയ തന്നേക്കണ സ്ഥിതിക്ക് നമ്മൾ എന്ത് കൊടുത്തേച്ചാൽ മതി? നമുക്കിടെ ഒന്നുകിൽ അത് a മൈനസ് ബി ഹോൾ സ്ക്വയറോ അല്ലെങ്കിൽ a പ്ലസ് ബി ഹോൾ സ്ക്വയറോ പിന്നെ അല്ലെങ്കിൽ a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, ഈ 3 ഐഡന്റിറ്റിയാണ് സ്ക്വയറിന്റെ ടേമിൽ വരുന്നത്. അതിലേതെങ്കിലും ഒരു ഇക്വേഷൻ കൊടുത്തേച്ചാൽ മതി. അപ്പൊ നമുക്ക് ഫസ്റ്റ് ബിറ്റ് നോക്കാം. ഇക്വേഷൻ പറഞ്ഞിരിക്കുന്നത് 25a സ്ക്വയർ മൈനസ് 30ab പ്ലസ് 9b സ്ക്വയർ. ഇതിൻ്റെ അകത്ത് ആദ്യമേ നമ്മൾ 25നെ ഇൻ ടേംസ് ഓഫ് 5ലേക്ക് മാറ്റും. 25 5ന്റെ സ്ക്വയർ അല്ലേ തന്നെ, അപ്പൊ 5a ഹോൾ സ്ക്വയർ. 9 എന്ന് പറയണ ഏതിൻ്റെയാണ് വന്നത്? 3യുടെ സ്ക്വയർ ആണ്. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 3b ഹോൾ സ്ക്വയർ. അപ്പൊ നമുക്കിടെ ഒറിജിനൽ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഏതാണ്? നമുക്കറിയാവുന്ന ഐഡന്റിറ്റി a മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ a മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണത്? a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ് വരുന്നത്. ഇവിടെ എക്ക് പകരം വരുന്നത് 5aയും ബിക്ക് പകരം വരുന്നത് ഏതുമാണ്? 3bയും ആണ് വരുന്നത്. ഇത് നമ്മൾ നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേച്ചാൽ മതി. അപ്പൊ 5a ഹോൾ സ്ക്വയർ വന്നു. പിന്നെ നമുക്ക് എത്ര വന്നത്? മൈനസ് 2 ഇൻറ്റു എക്ക് പകരം നമ്മൾ എത്ര കൊടുക്കുക? എക്ക് പകരം ഇവിടെ നമുക്ക് എന്തെന്ന് കൊടുക്കാം? 5a എന്ന് കൊടുക്കാം. 2 ഇൻറ്റു 5a. ബിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 3b എന്ന് കൊടുക്കാം. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 30 കിട്ടണ്ടോ നോക്കിക്കേ. 2 ഇൻറ്റു 5 10, 10 ഇൻറ്റു 3 30ab. അപ്പൊ ഇത് ഡയറക്റ്റ്ലി നമ്മൾ ആ ഫോർമുല അങ്ങ് അപ്ലൈ ചെയ്തേച്ചാൽ മതി. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എന്താ പറഞ്ഞാൽ a മൈനസ് ബി ഹോൾ സ്ക്വയർ അല്ലേ തന്നെ. അപ്പൊ ഇതെന്ന് പറയണത് a മൈനസ് ബി ഹോൾ സ്ക്വയർ വരുമ്പോൾ 5a ആണ് വന്നത്. 5a മൈനസ് 3b ഹോൾ സ്ക്വയർ എന്നായിരിക്കും വന്നത്. ഈക്വൽ ടു 5a മൈനസ് 3b ഹോൾ സ്ക്വയർ. ഈ 5a മൈനസ് 3b ഹോൾ സ്ക്വയറിന്റെ അകത്ത് ഇത് സ്ക്വയർ ആയതുകൊണ്ട് ഇതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും സെയിം തന്നെയാണ് വരുന്നത്. 5a മൈനസ് 3b ആണ് വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ലെങ്ത് എന്ന് പറയുന്നത്. സോ ദ പോസിബിൾ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ആർ 5a മൈനസ് 3b ആൻഡ് ലെങ്ത് 5a മൈനസ് 3b. അപ്പൊ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് വരുന്നത്? 5a മൈനസ് 3b ആണ് വരുന്നത്. കാരണം രണ്ടു വട്ടം അത് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി നമുക്കിടെ അടുത്ത സെക്കൻഡ് ബിറ്റ് ചോദിച്ചിരിക്കുന്നത്, ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയ തന്നിട്ടുണ്ട് 36 സ്ക്വയർ മൈനസ് 49t സ്ക്വയർ. ഇതും ഒരു റെക്റ്റാങ്കിൾ ആണ്. അതിന്റെ ഏരിയ ആണ് തന്നിരിക്കുന്നത്. ഇതിന്റെ അകത്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ലെങ്ത്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യാം? നമുക്കിവിടെ ഫോർമുല കൊടുക്കാം. ഇവിടെ 2 ടേമേ ഉള്ളൂ. അപ്പൊ ഈ ഫോർമുല എന്ന് പറയുന്നത് a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് വന്നത്. എന്താ a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ചോദിക്കുമ്പോൾ തന്നെ അങ്ങ് എഴുതിക്കൊള്ളുക, a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി. അവിടെ എക്ക് പകരം വരുന്നത് ആരാണ്? ഇതിനെ നമ്മൾ മാറ്റണം. 36ന് ആർക്കട സ്ക്വയർ ആണ്. 36 എന്ന് പറയുന്നത് 6ന്റെ സ്ക്വയർ ആണ്. അപ്പൊ 6 സ്ക്വയർ എസ് സ്ക്വയർ മൈനസ് 49 എന്ന് പറയുന്നത് 7ന്റെ സ്ക്വയർ ആണ്. 7 സ്ക്വയർ ടി സ്ക്വയർ. അല്ലെങ്കിൽ ഇതിനെ കോമൺ ആയിട്ട് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ 6x ഹോൾ സ്ക്വയർ മൈനസ് പിന്നെ വരുന്ന എത്ര വരും? 7t ഹോൾ സ്ക്വയർ എന്നാണ് വരുന്നത്. അപ്പൊ എക്ക് പകരം ഇവിടെ വരുന്നത് 6xഉം ബിക്ക് പകരം വരുന്നത് 7tയും ആണ്. ഇതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേച്ചാൽ മതി. അപ്പൊ a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി എന്ന് പറയുമ്പോൾ 6x പ്ലസ് 7tയും വന്നു. അടുത്തത് 6x മൈനസ് 7tയും വന്നു. അപ്പൊ ഇവിടെ നമുക്ക് പോസിബിൾ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്, ഇപ്പൊ ലെങ്ത്തും ബ്രെഡ്ത്തും മാറിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ആദ്യം വരുന്നത് ഏത് വേണമെങ്കിലും നമുക്ക് എഴുതാം. അപ്പൊ ഇവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത് 6s പ്ലസ് 7tയും ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് എന്തു എഴുതാം? 6s മൈനസ് 7tയും എഴുതാം. തിരിഞ്ഞു പോയിന്ന് എഴുതിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പൊ ലെങ്ത്തും ബ്രെഡ്ത്തും കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യന്റെ അകത്ത് ഇതുപോലെ, ഫൈൻഡ് ദ പോസിബിൾ എക്സ്പ്രഷൻസ് ഫോർ ദ ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ക്യൂബോയിഡ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ക്യൂബോയിഡ് ആണ്.
ക്യൂബോയിഡിന്റെ എന്താ കണ്ടുപിടിക്കേണ്ടത്? ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ആണ് കണ്ടുപിടിക്കുന്നത്. ഹൂസ് വോളിയംസ് ആർ ഗിവൺ ബൈ ദ ഫോളോയിങ് എക്സ്പ്രഷൻ. അതിന്റെ വോളിയം നമുക്ക് തന്നിട്ടുണ്ട്. 6a² - 24b²ഉം 3p² - 15ps + 12p. വോളിയം ആർ ഗിവൺ ബൈ ദ ഫോളോയിങ് എക്സ്പ്രഷൻ ഇൻ ക്യൂബിക് യൂണിറ്റ്. വോളിയം തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അതില് ഫസ്റ്റ് ബിറ്റ് പറഞ്ഞിരിക്കുന്നത് 6a² - 24b². ഈ 6ലും 24ലും കോമൺ ആയിട്ടൊരു വാല്യൂ വരുന്നുണ്ട്. 24 നമുക്ക് എന്തിന്റെ ടൈമിൽ എഴുതാം? 6ന്റെ ടൈമിലേക്ക് എഴുതാം. അതെന്ന് പറയുന്നത് 4 × 6b² എന്നാണ് വന്നത്. രണ്ടിലും 6 കോമൺ ആയതുകൊണ്ട് 6നെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വരും? a² - 4b² എന്ന് വരും. ഈ 4നെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? 6 × a² - 4 എന്ന് പറയുന്നത് 2ന്റെ സ്ക്വയർ അല്ലേ? അപ്പൊ 2b² എന്ന് എഴുതാം. 2b² എന്ന് എടുക്കുമ്പോൾ 2ന്റെ സ്ക്വയർ 4ഉം വന്നു, ബിയുടെ സ്ക്വയർ b² വന്നു. അപ്പൊ ഇത് ഏത് ഐഡന്റിറ്റിയാന്ന് നോക്കിക്കേ. a² - b² എന്ന് പറയുന്ന ഐഡന്റിറ്റിയിലെ തന്നെ എന്താ നമുക്കിടെ a² - b²? ഇപ്പൊ നമ്മൾ പഠിച്ച അതേ ഐഡന്റിറ്റി തന്നെ, a + b × a - b. ഇത് നേരെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ. ഇവിടെ എക്ക് പകരം വരുന്നത് a തന്നെ, ബിക്ക് പകരം വരുന്നത് 2b. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈക്വൽ ടു 6 × a + b എന്ന് പറയുമ്പോൾ a + 2b പിന്നെ വരുന്നത് a - 2b എന്നായിരിക്കും വരുന്നത്. 6 × a + 2b × a - 2b. ഇവിടെ പോസിബിൾ ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ് ക്യൂബിക് ആയതുകൊണ്ട് 3 വരുന്നുണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. പോസിബിൾ ഡയമെൻഷൻസ് ആർ 6, a + 2b ആൻഡ് a - 2b. ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഏത് വേണമെങ്കിലും വരാം കേട്ടോ. ആദ്യം വരുന്നത് ലെങ്ത്, പിന്നത്തെ ബ്രെഡ്ത്ത്, അങ്ങനെയൊന്നുമില്ല. ഏത് വേണമെങ്കിലും നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി നമുക്കിവിടെ സെക്കൻഡ് ബിറ്റ്. സെക്കൻഡ് ബിറ്റിലെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് 3p² - 15ps + 12p. ഇവിടെ നമുക്ക് ഒരു ഐഡന്റിറ്റിയുടെയും ഫോമിലല്ല വന്നേക്കണത്. പക്ഷെ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം എന്ന് പറയുന്ന ഇത് ഉപയോഗിക്കാം. ഇവിടുത്തെ കോഎഫിഷ്യന്റ് ഓഫ് p² എന്ന് പറയുന്നത് പിന്നെ ഇവിടെ നോക്കിക്കേ, ഇതിലെല്ലാത്തിലും ഒരു ടേം കോമൺ ഇല്ലേ? പിയും കോമൺ ആണ്, 3യും കോമൺ ആണ്. അപ്പൊ നമുക്ക് അതിനെ അങ്ങ് പുറത്തേക്ക് എടുക്കാം. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ കിട്ടുമോ നോക്കാം. ഇതിൽ നിന്ന് 3pനെ പുറത്തേക്ക് എടുത്തു. അപ്പൊ നമുക്ക് s² കിട്ടി. ഇനി 15 നമുക്ക് ഏതിന്റെ ടൈമിൽ എഴുതാം? 3യുടെ ടൈമിൽ എഴുതാലോ. ഈ 15 എന്ന് പറയുന്നത് എത്രയാണ് വന്നത്? 15 എന്ന് പറയുന്നത് 3 × 5 ആണ് വന്നത്. അതുപോലെ തന്നെ 12 എന്ന് പറയുന്നത് 3 × 4 ആണ് വന്നത്. അപ്പൊ ഇതിൽ നിന്ന് 3നെ പുറത്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ആരാ ഉള്ളത്? 5 ആണുള്ളത്. പിന്നെയും കൂടി പുറത്തെടുത്തു കഴിഞ്ഞു. അപ്പൊ നമുക്ക് 5+ എന്ന് കിട്ടി. ഇനി 12pയില് ഇതിൽ നിന്ന് നമ്മൾ ആരെ പുറത്തെടുത്തു? 3നെയും പുറത്തെടുത്തു, പിന്നെയും പുറത്തെടുത്തു. ഈ 12p എന്ന് പറയണത് നമ്മൾ എഴുതുമ്പോ എങ്ങനെയാ തന്നെ? 3 × p × 4. ഇതിൽ നിന്ന് 3pനെ നമ്മൾ മാറ്റിയെടുക്കുക. അപ്പൊ പിന്നെ ബാക്കിയുള്ളത് 4 മാത്രമാണ്. ഇനി സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം കൊടുക്കാം. ഇവിടെ കോൺസ്റ്റന്റ് ടേം എന്ന് പറയുന്നത് 4 ആണ്. s² കോഎഫിഷ്യന്റ് 1 ആണ് വന്നേക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫാക്ടേഴ്സ് ഓഫ് 4 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഫാക്ടേഴ്സ് ഓഫ് 4ന്റെ പ്രത്യേകത എന്നാ പറഞ്ഞത്? ഏതൊക്കെ ഫാക്ടേഴ്സ് അതിനുള്ളത്? ഫാക്ടേഴ്സ് ഓഫ് 4 എന്ന് പറയുന്നത് ഒന്ന് 1ഉം 4ഉം. 1ഉം 4ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 4 കിട്ടും. പിന്നെ നമുക്ക് വരുന്നത് 2ഉം 2ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 കിട്ടും. പക്ഷെ ഇവിടെ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് വാല്യൂ കിട്ടണം? ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 ടേം ആഡ് ചെയ്യുമ്പോൾ -5ഉം കിട്ടണം. 2 ടേം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 4ഉം കിട്ടണം. അത് പോസിബിൾ ആവുന്നത് 1ഉം 4ലും മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ നമുക്ക് വേണ്ടത് -5 ആണ്. -5 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വാല്യൂയും നെഗറ്റീവ് ആണ്. സെയിം സൈൻ വന്നാലേ ആഡ് ചെയ്യുമ്പോൾ -5 കിട്ടും. അപ്പൊ -1ഉം -4ഉം ആഡ് ചെയ്യുമ്പോൾ -5 കിട്ടും. -1ഉം -4ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4ഉം കിട്ടും. അപ്പൊ ഇതിന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഏതായിരിക്കും? -1ഉം -4ഉം ആയിരിക്കും.
അപ്പൊ ഡയറക്റ്റ്ലി നമുക്ക് അങ്ങ് എഴുതാം 3p ഇൻറ്റു ഇവിടെ എസ് ആണ് ആൽഫബറ്റ് വന്നേക്കണേ s-1 ഇൻറ്റു s-4 എന്നായിരിക്കും വന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് ഡയമെൻഷൻ ലെങ്ത് ബ്രെഡ്ത്ത് ഹൈറ്റ് അല്ലേ. അപ്പൊ പോസിബിൾ ഡയമെൻഷൻസ് എന്ന് പറയുന്നത് ആദ്യത്തെ 3p ആയിരിക്കും, പിന്നത്തെ s-1 ആയിരിക്കും, പിന്നത്തെ ഡയമെൻഷൻ എന്ന് പറയുന്നത് s-4 ആയിരിക്കും. ഈസി അല്ലേ. അപ്പൊ അങ്ങനെ നമുക്കിവിടെ 6th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നമുക്ക് 7th ക്വസ്റ്റ്യൻ നോക്കാം. The village playground is shaped as a square of side 40 meters. അപ്പൊ വില്ലേജ് പ്ലേ ഗ്രൗണ്ടിന്റെ സൈഡ് സ്ക്വയറിന്റെ സൈഡ് തന്നിട്ടുണ്ട്. എത്രയാണ് തന്നേക്കണത്? സൈഡ് ലെങ്ത് എന്ന് പറയുന്നത് 40 മീറ്റർ ആണ്. എ പാത്ത് ഓഫ് വിത്ത് s meter is created around the playground for people to walk. ആൾക്കാർക്ക് നടക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടോ? ഒരു പാത്ത്, ഒരു വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. ഫൈൻഡ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ ഏരിയ ഓഫ് ദ പാത്ത് ഇൻ ടേം ഓഫ് എസ്. അങ്ങനെയാണെങ്കിൽ എസിന്റെ ടേംസിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കിടെ പ്ലേ ഗ്രൗണ്ട് സ്ക്വയർ ഷേപ്പിലാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന് ഈ പ്ലേ ഗ്രൗണ്ടിൽ എന്തുണ്ടാക്കിയിട്ടുണ്ട്? ഈ പ്ലേ ഗ്രൗണ്ടിന്റെ പുറത്തേക്കടെ ഇവരൊരു പാത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പാത്തിനെ ഇൻ ടേംസ് ഓഫ് എസിലേക്ക് നമ്മൾ മാറ്റണം. അപ്പോ ഇതിന്റെ എന്തും കണ്ടുപിടിക്കണം? ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം ഇതിന് ഈ സൈഡ് ലെങ്ത് എന്ന് പറയുന്നത് എസ് ആയിട്ട് എടുത്തിട്ട് വേണം നമുക്കത് സോൾവ് ചെയ്യാനായിട്ട്. നോക്കാം. അപ്പൊ സൈഡ് ഓഫ് പ്ലേ ഗ്രൗണ്ട്, സൈഡ് ഓഫ് പ്ലേ ഗ്രൗണ്ട് എന്ന് പറയുന്നത് 40 മീറ്റർ. ഇതാണ് നമുക്കിടെ പ്ലേ ഗ്രൗണ്ട്, സ്ക്വയറിന്റെ ഷേപ്പുള്ള പ്ലേ ഗ്രൗണ്ട്. ഇത് 40 മീറ്റർ ആണ് ഇതിന്റെ എല്ലാ സൈഡും. ഇത് 40, ഇത് 40, മുകളിലും 40, താഴെയും 40. കാരണം സ്ക്വയർ ആയതുകൊണ്ട് എല്ലാ സൈഡും ഈക്വലാണ്. ഇനി ഇതിന്റെ പുറത്തേക്കടെ എന്ത് പോവുക? ഒരു പാത്ത് പോകുന്നുണ്ട്. ഈ പ്ലേ ഗ്രൗണ്ടിൽ നടക്കാനായിട്ട് ഒരു പാത്ത് പോകുന്നുണ്ട്. ഈ പാത്തിന്റെ ലെങ്തിനെ നമുക്ക് എസ് ആയിട്ട് എടുക്കാം. Since a path of width s meter is made all around outside. ഇതിന്റെ എല്ലാത്തിന്റെയും പുറത്തേക്കടെ s മീറ്ററിൽ ഒരു പാത്ത് പോകുന്നുണ്ട്. The side of the outer square. അങ്ങനെയാണെങ്കിൽ ഈ ഔട്ടർ സ്ക്വയറിന്റെ സൈഡ് എത്രയായിരിക്കും വന്നത്? ഇവിടെ നമ്മൾ വരച്ചു നോക്കാൻ നേരത്തെ നമുക്ക് ഈ വിഡ്ത്ത്, ഈ പാത്തിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എസ് ആണ് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും എസ് ആണ്, ഇതും എസ് ആണ്, അതുപോലെ തന്നെ ഇതും എസ് ആണ്, ഇതും എസ് ആണ് വന്നത്. അപ്പൊ ഇതൊന്ന് നോക്കിക്കുക. നമ്മൾ ഇത്രയും ലെങ്ത് കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടം മുതൽ ഇവിടം വരെയുള്ളത് ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് 40 മീറ്റർ ആണ്. ഇതിന്റെ ഇപ്പുറത്തേക്കുള്ള പോർഷൻ എന്ന് പറയുന്നത് എസ് വിഡ്ത്താണ് വരുന്നത്, ഇപ്പുറത്തേക്കും എസ് വിഡ്ത്താണ് വരുന്നത്. അപ്പൊ ഈ ടോട്ടൽ ലെങ്ത്, ഇത്രയും ലെങ്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും വരുന്നത്? ഈ സൈഡ് ലെങ്ത് എന്ന് പറയുന്നത് 40 + 2s ആയിരിക്കും. ഒന്നുകൂടെ ഞാൻ പറയാം. നമ്മളിപ്പോ ഇങ്ങനെ ഒരു ഇത് കൺസിഡർ ചെയ്യുമ്പോൾ, ഇതിന്റെ പുറത്തേക്കടെ പോകുന്ന പാത്ത് കൺസിഡർ ചെയ്യുമ്പോൾ ഇതാണ് നമുക്കടെ സ്ക്വയർ അകത്ത് വരുന്നത്. ഈ ലെങ്ത്, ഇത്രയും ലെങ്ത് എന്ന് പറയുന്നത് 40 ആണെന്ന് എടുത്തിട്ടുണ്ട്. ഇവിടം മുതൽ ഇവിടം വരെയുള്ള വിഡ്ത്ത് എസ് ആണ്, ഇവിടം മുതൽ അതുപോലെ തന്നെ ഇങ്ങോട്ടേക്കുള്ള വിഡ്ത്തും എസ് ആണ്. അപ്പൊ ഇപ്പൊ എ ബി സി ഡി എന്ന് നമ്മൾ പേര് കൊടുക്കുവാണെങ്കിൽ എ ബി എന്ന് പറയുന്ന സൈഡ് ലെങ്ത് എത്രയായിരിക്കും വരുന്നത്? എസ് പ്ലസ് 40 + എസ് എന്നായിരിക്കും വരുന്നത്. എത്ര എസ് ഉണ്ട്? 2 എസ് ഉണ്ടല്ലോ. അപ്പൊ 40 + 2s ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് നമ്മൾ കൺസിഡർ ചെയ്ത് നോക്കാം. ഈ സൈഡ് കൺസിഡർ ചെയ്യുമ്പോൾ അപ്പൊ എ ബി 40 + 2s ആണെങ്കിൽ ഡി സി എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും വരുന്നത്? 40 + 2s ആയിരിക്കും വരുന്നത്. അപ്പൊ ഇത് രണ്ടും 40 + 2s കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? സി ബിയുടെ ലെങ്ത് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഇത് സ്ക്വയർ ആയതുകൊണ്ട് ഇവിടം മുതൽ ഇവിടം വരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? 40 ആണ് വരുന്നത്. ഇനി ഈ സംഭവം തന്നിട്ടുണ്ട്. ഇത് എത്രയാന്ന് തന്നിട്ടുണ്ട്? എസ് ആന്ന് തന്നിട്ടുണ്ട്. കാരണം ഇവിടെ മുതൽ ഇവിടം വരെയുള്ള വിഡ്ത്ത്, ആ പാത്തിന്റെ വിഡ്ത്ത് എസ് ആണ്.
അതുപോലെ തന്നെ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള വിഡ്ത് എത്ര തന്നെയാണ് വന്നേക്കുന്നത്? ഇതും എസ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഇതുപോലെ തന്നെ ഇവിടെ മുതൽ ഇവിടം വരെയുള്ളത് 40, ഇത് എസ്, ഇത് എസ്, ഇതിന്റെ താഴെയും എസ്. അപ്പൊ ടോട്ടൽ നമ്മൾ എടുക്കുമ്പോൾ എത്രയാണത്? 40 പ്ലസ് എസ് പ്ലസ് എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെങ്ത്, ഇത്രയും ലെങ്ത് എത്രയാന്ന് കിട്ടി? 40 പ്ലസ് 2s ആണ് കിട്ടി. അതുപോലെ തന്നെ എ ഡിയുടെ ലെങ്ത് എത്രയാന്ന് കിട്ടി? 40 പ്ലസ് 2s ആണ് കിട്ടി. അപ്പൊ ഇതിന്റെ പുറത്തേക്കടെ വരുള്ള പാത്ത് എന്ത് തന്നെയാണ്? സ്ക്വയർ പാത്ത് തന്നെയാണ് വരുന്നത്. അതിന്റെ സൈഡ് ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ് വന്നത്? 40 പ്ലസ് 2s ആണ് വന്നത്. അപ്പൊ ഔട്ടർ സൈഡ് ഓഫ് ഔട്ടർ സ്ക്വയർ എത്ര വരും? 40 പ്ലസ് എസ്, 40 പ്ലസ് എസ് പ്ലസ് എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 40 പ്ലസ് 2s കിട്ടും. ഇനി നമുക്ക് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത് എന്താ? സൈഡ് ഇൻറ്റു സൈഡ് അല്ലേ? അപ്പൊ ഏരിയ ഓഫ് ഔട്ടർ സ്ക്വയർ, ഔട്ടർ സ്ക്വയറിന്റെ ഏരിയ എത്രയായിരിക്കും വന്നത്? 40 പ്ലസ് 2s ഓൾ സ്ക്വയർ. സൈഡ് ഇൻറ്റു സൈഡ് എന്നല്ലേ വന്നത്? ഏരിയ ഓഫ് എ സ്ക്വയർ, ഒരു സ്ക്വയറിന്റെ ഏരിയ സൈഡ് ഇൻറ്റു സൈഡ് ആണ് വന്നത്. അല്ലെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? സൈഡ് ഇൻറ്റു സ്ക്വയർ, എസ് സ്ക്വയറിന് എഴുതാം. അതുപോലെ തന്നെ ഇവിടെ ഔട്ടർ സ്ക്വയർ എന്ന് പറയുന്നത് 40 പ്ലസ് 2s ആണ്. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 40 പ്ലസ് 2s ഓൾ സ്ക്വയറിന് എഴുതാം. ഇനി പ്ലേ ഗ്രൗണ്ടിന്റെ സൈഡ് തന്നിട്ടുണ്ടല്ലോ 40 ആണ്, 40 മീറ്റർ ആണ് പ്ലേ ഗ്രൗണ്ടിന്റെ സൈഡ്. അപ്പൊ ഏരിയ ഓഫ് പ്ലേ ഗ്രൗണ്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും വരുന്നത്? സൈഡ് ഇൻറ്റു സൈഡ്. അവിടെ 40 ഇൻറ്റു 40 ആയിരിക്കും വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 40 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1600 മീറ്റർ സ്ക്വയർ. ഇതാണ് പ്ലേ ഗ്രൗണ്ടിന്റെ ഏരിയ. നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഇതിൽ കൂടെ പോകുന്ന പാത്തിന്റെ ഏരിയ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഏരിയ ഓഫ് ഔട്ടർ സ്ക്വയർ കിട്ടി, അതുപോലെ തന്നെ ഏരിയ ഓഫ് ഇന്നർ സ്ക്വയറും കിട്ടി. ഇനി നമുക്ക് ഇതിന്റെ ഈ അകത്തേക്കടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ പാത്തിന്റെ ഏരിയ കണ്ടുപിടിക്കണം. ഈ പാത്തിന്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഔട്ടർ സ്ക്വയറിന്റെ ഏരിയയിൽ നിന്ന് ഇന്നർ സ്ക്വയറിന്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്യണം. പിന്നെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഏരിയ ഓഫ് പാത്ത് ആണ്. Therefore, area of the path is equal to area of outer square minus area of inner square അല്ലെങ്കിൽ area of playground. Area of outer square എന്ന് പറയുമ്പോൾ 40 plus 2s all square minus 1600. നമ്മൾ എന്തിന്റെ ഫോർമുല കൊടുക്കുക? a പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഫോർമുല കൊടുക്കുക. എക്ക് പകരം ഇവിടെ വന്നിരിക്കുന്നത് 40 ആണ്, ബിക്ക് പകരം ഇവിടെ വന്നിരിക്കുന്നത് 2s. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എ സ്ക്വയർ പ്ലസ്, അപ്പോൾ എ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ 40 സ്ക്വയർ പ്ലസ് 2ab, 2 ഇൻറ്റു 40 ഇൻറ്റു ബി എന്ന് പറയുന്നത് 2s പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ 2s ഹോൾ സ്ക്വയർ മൈനസ്, ഇനി നമുക്കിവിടെ 1600 അതുപോലെ തന്നെ കൊടുക്കാം. 40 സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ 1600 പ്ലസ് 2 ഇൻറ്റു 40 80, 80 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 160s പ്ലസ് 4s സ്ക്വയർ മൈനസ് 1600. ഇതിൽ കോമൺ ആയിട്ടുള്ളത് രണ്ടും കട്ടായി പോവും, അല്ലെങ്കിൽ പോസിറ്റീവും നെഗറ്റീവും വരുന്ന കട്ടായി പോവും. രണ്ടിടത്തുനിന്ന് 1600 സബ്ട്രാക്ട് ചെയ്തു. അപ്പോൾ ഫൈനൽ ആൻസർ വരുമ്പോൾ എത്രയാണ് വരുന്നത്? 4s സ്ക്വയർ പ്ലസ് 160s. അപ്പൊ അത്രയും പോർഷൻ പാത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാന്ന് കിട്ടും? 4s സ്ക്വയർ പ്ലസ് 160s സ്ക്വയർ മീറ്റേഴ്സ്. അപ്പോൾ ഇത് നമുക്കിടെ പ്ലേഗ്രൗണ്ടിന്റെ പുറത്തേക്കടെ ഒരു പാത്ത് പോകുന്നുണ്ട്. അപ്പൊ ഇത്രയും പോർഷന്റെ ഏരിയ ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ പാത്ത് ഇൻ ടേംസ് ഓഫ് എസ്. എ പാത്ത് ഓഫ് വിത്ത് എസ് മീറ്റർ ആണ് പ്ലേഗ്രൗണ്ടിന്റെ ചുറ്റും ആൾക്കാർക്ക് നടക്കാനായിട്ട് അവർ കൊടുത്തേക്കുന്നത്. ഇനി 8th ക്വസ്റ്റ്യൻ, ഇഫ് എ നമ്പർ പ്ലസ് ഇറ്റ്സ് റെസിപ്രോക്കൽ ഈക്വൽ ടു 10/3 ഫൈൻഡ് ദ നമ്പർ. ഒരു നമ്പർ നമുക്ക് അറിയാൻ പാടില്ല, അപ്പൊ നമുക്ക് എന്ത് എഴുതാം? എക്സ് ആയിട്ട് കൊടുക്കാം. ലെറ്റ് ദ നമ്പർ ബി എക്സ്. ലെറ്റ് നമ്പർ ബി എക്സ്. ഇനി എന്നാ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? ആ നമ്പറും
അതിന്റെ റെസിപ്രോക്കലും കൂടി പ്ലസ് ചെയ്യുമ്പോൾ എക്സിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ 1/x. ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1/3 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇനി ഇതൊന്ന് സോൾവ് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ അക്കോർഡിംഗ് ടു ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും ഇക്വേഷൻ വന്നത്? എക്സ് പ്ലസ് 1/x is equal to 10/3. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ക്രോസ് ചെയ്യുക. എസ് നമുക്ക് x/1 എന്ന് എഴുതാം. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x² ആവും. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ആവും. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് x ആവും. ഈക്വൽ ടു 10/3. ഇനി എന്ത് ചെയ്യാം? ഇവര് തമ്മിൽ ക്രോസ് ചെയ്യാം. ഇവിടെ ഈക്വൽ ടു ആയതുകൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മാത്രം മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ ഈ 3നെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എത്രയായിട്ട് മാറും? 3 × x² + 1 എന്നായിട്ട് മാറും. 10x മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10x ആവും. ഇനി 3നെ നമ്മൾ എന്ത് ചെയ്യും? ബ്രാക്കറ്റിന്റെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ 3 × x² 3x² പ്ലസ് 3 × 1 3 ഈക്വൽ ടു 10x. ഇനി പ്ലസ് 10x നമ്മൾ എന്ത് ചെയ്യും? LHS സൈഡിലേക്ക് കൊണ്ടുവരും. അപ്പൊ പ്ലസ് ഈക്വൽ ടുന്റെ ഇപ്പുറത്തേക്ക് പോകുമ്പോൾ അത് എത്രയായിട്ട് മാറും? മൈനസ് ആയിട്ട് മാറും. അപ്പൊ 3x² മൈനസ് 10x പ്ലസ് 3 ഈക്വൽ ടു 0. ഇനി നമ്മൾ എന്ത് ചെയ്യണം? സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം വെച്ച് വാല്യൂ കണ്ടുപിടിക്കണം. ഇവിടെ കോഎഫിഷ്യന്റ് ഓഫ് x² എന്ന് പറയുന്നത് 3, കോൺസ്റ്റന്റ് ടേം എന്ന് പറയുന്നത് 3. അപ്പൊ 3 × 3 എത്രയാണ്? 9 ആണ് വന്നത്. ഫാക്ടേഴ്സ് ഓഫ് 9 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഫാക്ടേഴ്സ് ഓഫ് 9 എന്ന് പറയുമ്പോൾ 1ഉം 9ഉം 3ഉം 3യേ ഉള്ളൂ. അപ്പോൾ രണ്ട് നമ്പർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? -10ഉം കിട്ടണം. രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്രയും കിട്ടണം? 9ഉം കിട്ടണം. അപ്പോ 1ഉം 9ഉം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. രണ്ട് നമ്പർ ആഡ് ചെയ്യുമ്പോൾ 1ഉം 9ഉം ആഡ് ചെയ്യുമ്പോൾ 10 കിട്ടണം. നമുക്ക് -10 ആണല്ലേ. അപ്പൊ രണ്ടിടത്തും നെഗറ്റീവ് കൊടുത്തു. അതുപോലെ തന്നെ രണ്ടിടത്തും -1ഉം -9ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് +9ഉം കിട്ടും. അപ്പൊ ഇതിന്റെ ആൻസർ എഴുതുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇവിടെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ കോഎഫിഷ്യന്റ് ഓഫ് x² 3 ആണ് വന്നേക്കണേ. അതുകൊണ്ട് നമുക്ക് x-1 × x-9 ഡയറക്റ്റ്ലി എഴുതി കഴിഞ്ഞാൽ ആൻസർ തെറ്റിപ്പോവും. കോഎഫിഷ്യന്റ് ഓഫ് x² 1 ആണെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ഈ -10x നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് എങ്ങനെ എഴുതാം? -1 അല്ലെങ്കിൽ ഇങ്ങനെ എഴുതുക, പ്ലസ് ഇട്ടിട്ട് -1 -9x പ്ലസ് 3 ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇനി എന്ത് എഴുതുക? 3x² ഈ എക്സിനെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. -1 × x -x -9 × x -9x പ്ലസ് 3 ഈക്വൽ ടു 0. ഇനി എന്ത് ചെയ്യുക? ആദ്യത്തെ രണ്ട് ടേം എടുക്കുക, നെക്സ്റ്റ് രണ്ട് ടേം ഒരുമിച്ച് എടുക്കുക. ഈ രണ്ട് ടേമിൽ കോമൺ x ആണ്. എക്സിനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബ്രാക്കറ്റിന്റെ അകത്ത് 3x -1 എന്ന് വരും. 1 എന്ന് എഴുതും. മിക്ക പിള്ളേരും ഈ 1ന്റെ കാര്യം മറന്നു പോകും. ഈ നമുക്ക് x × 1 എന്ന് എഴുതാം. ഇതിൽ നിന്ന് എക്സിനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ബ്രാക്കറ്റിൽ വരുന്നത് 3xഉം 1ഉം ഉള്ളൂ. കാരണം ഈ രണ്ട് എക്സ് പുറത്തേക്ക് എടുത്തു. അതുപോലെ തന്നെ ഈ -9x പ്ലസ് 3യില് -3നെ പുറത്തേക്ക് എടുക്കുക. ബ്രാക്കറ്റിന്റെ അകത്ത് നമുക്ക് 3x -1 ആണ് വന്നത്. 9നെ നമുക്ക് 3 × 3 എന്ന് എഴുതാം. അതുപോലെ തന്നെ പ്ലസ് 3നെ നമുക്ക് വേണമെങ്കിൽ -3 × -1 എന്ന് എഴുതാം. രണ്ടിടത്തിൽ നിന്നും -3നെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബ്രാക്കറ്റിൽ എന്തേ ഉള്ളൂ? 3x -1 ഉള്ളൂ. രണ്ടിടത്തു നിന്ന് ഈ -3നെ പുറത്തേക്ക് എടുക്കാം. അപ്പൊ -3നെ ബ്രാക്കറ്റിന്റെ പുറത്തേക്ക് എഴുതി കഴിഞ്ഞപ്പോൾ നമുക്ക് 3x -1 ഈക്വൽ ടു 0 എന്ന്. ഇവിടെയും 3x -1, ഇവിടെയും 3x -1. 3x -1നെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബ്രാക്കറ്റിന്റെ അകത്ത് എന്തേ ഉള്ളൂ? x. പിന്നെ ഇവിടെ എന്തേ ഉള്ളൂ? -3. ഇത് ഈക്വൽ ടു 0 എന്നുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ ഓരോന്നിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. 3x -1 ഈക്വൽ ടു 0 അല്ലെങ്കിൽ x -3 ഈക്വൽ ടു 0. 3x -1 ഈക്വൽ ടു 0യില് -1നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് +1 ആവും. ഇൻറ്റു x എന്നുള്ളത് ഇൻറ്റു 3 ടൈംസ് x എന്നുള്ളത് ഇൻറ്റു ഈക്വൽ ടുവിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് ഡിവിഷൻ ആയിട്ട് മാറും. ഇവിടെ -3 അപ്പുറത്തേക്ക് പോകുമ്പോൾ +3 ആയിട്ട് മാറും. അപ്പൊ എക്സിന് രണ്ട് വാല്യൂസ് ആണുള്ളത്. ഒന്നുകിൽ 1/3 അല്ലെങ്കിൽ 3. അപ്പോൾ therefore the number is ഏതായിരിക്കും വന്നത്? 3 or 1/3. എന്താ പറഞ്ഞിരിക്കുന്നത്?
3യും അതിന്റെ റെസിപ്രോക്കലും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 10/3 കിട്ടണം. കറക്റ്റ് അല്ലേ? നോക്കിക്കേ. 9 9 + 1 10 10/3. അല്ലെങ്കിൽ 1/3യും അതിന്റെ റെസിപ്രോക്കലായ 3യും ആഡ് ചെയ്താലും നമുക്ക് എന്ത് തന്നെ കിട്ടുള്ളൂ? 10/3 കിട്ടുള്ളൂ. അത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.